നമസ്കാരം. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഭാഗവത രംഗത്തും ദേവി മഹാത്മ്യ പാരായണത്തിലുമെല്ലാം പ്രശസ്തയായ പത്മജ രാജനാണ്. ചേച്ചി, ഈ ദേവി മഹാത്മ്യം പാരായണം അത് ചേച്ചിയുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം അത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയാമോ? ദേവി മഹാത്മ്യ പാരായണം ദേവി മഹാത്മ്യം നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ദോഷങ്ങൾ നീക്കാനാന്ന് പറയും. നമുക്കിപ്പോ പലതരത്തിൽ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ കണ്ണേറായിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും ചെയ്തിട്ടതായിരിക്കാം. നമുക്ക് എങ്ങനെ, എപ്പോ, എവിടെ, ആര്, ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാവരും ഉപാസിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. 700 ശ്ലോകങ്ങളെ അതിനകത്തുള്ളൂ. അതുകൊണ്ട് ഒരു അത്യാവശ്യം നന്നായിട്ട് വായിക്കാൻ ആ ഗ്രന്ഥം പാരായണം ചെയ്യാൻ പറ്റുന്നവർക്ക് 2 മണിക്കൂർ കൊണ്ട് ആ ഗ്രന്ഥത്തെ ഉപാസിക്കാൻ സാധിക്കും. ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട്, നമുക്ക് സമയമൊക്കെ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ 2 മണിക്കൂറൊക്കെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 ദിവസമായിട്ട് 3 കഥകളായിട്ടാണ് അതിൽ പറയുക. നമുക്ക് 3 ഗുണങ്ങളാണുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങൾ, അതിനാണ് സ്ത്രീ എന്ന് പറയാ. സ്ത്രീ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ ഉള്ളവൾ അല്ലെങ്കിൽ പുരുഷൻ. ഇവർ 3 ഗുണങ്ങൾ ഉള്ളവരാണ്. ഇവരെ സ്ത്രീ, പുരുഷൻ ഒന്നേ ഉള്ളൂ, അത് ഭഗവാനാ. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. ഈ 3 ഗുണങ്ങളെ ചേർന്നത് കൊണ്ടാണ്. ഈ 3 ഗുണങ്ങളെയും അധികരിക്കുമ്പോഴാണ് ഈശ്വരതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഈ ദേവി മഹാത്മ്യ പാരായണം, ഇത് ദേവി മഹാത്മ്യം നമ്മൾ പാരായണം ചെയ്യുന്നതിലെ ചിട്ടകളൊക്കെ ഉണ്ട്. അത് ഉറക്കെ വായിക്കരുത്, അങ്ങനെയുണ്ട്. പതുക്കെ വായിക്കരുത്. നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്, ഈ രീതിയിൽ വേണം നമ്മൾ അതിനെ ഉപാസിക്കാൻ. ഉറക്കെ വായിക്കരുത്, പതുക്കെ വായിക്കരുത്, ആടി വായിക്കരുത്, അങ്ങനെ രാഗത്തിൽ വായിക്കരുത്. ചിട്ടയുണ്ട്. അതിന്റെ ആ ചിട്ടയില് അതിനൊരു വേറൊരു ഗുണം കൂടിയുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് അർഗള കവച കീലകം എന്ന് പറഞ്ഞു. ആ കീലകത്തില് മഹാദേവൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? എല്ലാവരും അങ്ങനെ ഈ ദേവി മഹാത്മ്യത്തെ ഉപാസിച്ചാൽ, എല്ലാവർക്കും അങ്ങനെ ഭഗവതി ഇങ്ങനെ ഐശ്വര്യങ്ങൾ കോരിക്കൊടുത്താൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അർഹതപ്പെട്ടവനും മേടിക്കും, അർഹതപ്പെടാത്തവരും മേടിക്കും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കീലകം അങ്ങോട്ട് നിർമ്മിച്ചു വെച്ചു. അത് കീലകം എന്ന് പറഞ്ഞ ആണി എന്നാണ് സംസ്കൃതത്തിൽ പറയാ. ഒന്ന് ഉറപ്പിച്ചു വെച്ചു. എന്താ ഉറപ്പിച്ചു വെച്ചെന്ന് വെച്ചാൽ, നമുക്ക് എന്തൊക്കെ ഉണ്ടോ നമ്മുടെ കയ്യില് അതെല്ലാം അമ്മയ്ക്കായിട്ട് സമർപ്പിക്കണം. എന്തുണ്ടോ നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഭൗതികത, ആത്മീയത, നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലെ? ഭൂമിയിൽ വന്നപ്പോ ഒന്നും കൊണ്ടുപോയില്ല. അപ്പൊ നമ്മളിൽ എത്തിച്ചേർന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ അമ്മയ്ക്കായിട്ട് സമർപ്പിച്ചിട്ട് ഇത് ചൊല്ലണം. ഈ ദേവി മഹാത്മ്യം ഇന്ന അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഇന്ന ഗുണം, അങ്ങനെ അതിലുണ്ട്. 11-ാം അധ്യായമാണ് അതിന് പ്രാധാന്യം പറയുക. അതെന്താന്ന് വെച്ചാല് 11-ാമത്തെ അധ്യായം 3 ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 3 കഥകൾ അതിന് വരുന്നുണ്ട്. അതിനെ അധികരിക്കുന്ന, അതിജീവിക്കേണ്ടതായ മനുഷ്യ മനസ്സുകളെ ഉയർത്താനുള്ള കഥകൾ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ഒരു സ്തുതിയും കൂടി പറഞ്ഞിട്ടാണ് അവിടെ സമർപ്പിക്കണത്. ഈ സ്തുതി അതുകൊണ്ട് പ്രാധാന്യമാണ്. ഇത് ഈ 3 ഗുണങ്ങളുടെ കഥകളെയും അതിവർത്തിച്ചുകൊണ്ട് നടന്നതും നടക്കാൻ പോകുന്നതുമായ അമ്മയുടെ ചരിത്രത്തെ കോർത്തിണക്കി നമ്മുടെ ദുരിതങ്ങളെയും കൂടി ഇല്ലാതാക്കുന്ന ശ്ലോകങ്ങളൊക്കെ ഉൾപ്പെടുത്തി കോർത്തിണക്കിയ ഒരു മാല, അതാണ് ഈ നാരായണീയ സ്തുതി. അതെന്നും പാരായണം ചെയ്താൽ അത്ര വിശേഷമാണ്. പക്ഷെ പാരായണം ചെയ്യുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം അമ്മയെ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പാരായണം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കണം നമ്മള്. ഇതെല്ലാം അമ്മയുടെ പ്രസാദമാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോ അമ്മയെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട്. എങ്ങനെ സാധിക്കണു? അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. നമുക്ക് ഒരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ ഉള്ളിൽ അമ്മ പ്രചോദിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാവത്തോടു കൂടിയാണ് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് എങ്കിൽ ഉറപ്പാണ് അതിന്റെ ഫലം. അല്ല, എനിക്ക് ഇന്ന കാര്യം നടക്കാനാണ്, അത് ഭഗവാൻ ഒന്ന് ആലോചിക്കും. അത് അവർക്ക് നല്ലതാണോ ചീത്തയാണോ എന്നല്ലേ നമുക്കറിയില്ല. നമ്മുടെ നന്മയും തിന്മയും നമ്മൾ അത് വേണം.
ഇത് കൊച്ചു കുട്ടികളെ പോലെയാ നമ്മള്. നമ്മളത് വേണം അത് വേണം ഇത് വേണം എന്ന് അച്ഛനോ അമ്മയോട് വാശി പിടിക്കുമ്പോ അച്ഛനും അമ്മ എന്ത് ചെയ്യും? അവർക്ക് വേണോ വേണ്ടയോ നോക്കിയിട്ട് കൊടുക്കും. അതുപോലെ ആയിരിക്കും അമ്മ നമുക്ക് തരിക. അപ്പൊ അത് അമ്മയുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫലം കാക്ഷിക്കരുത്. അത് അമ്മ തരും. നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് നമുക്ക് തരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തുടങ്ങിയപ്പോ എങ്ങനെയാണ് ഉയർച്ച എനിക്ക് ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് ഏത് രീതിയിൽ ഈ രീതിയിൽ പോണെന്ന് വിചാരിക്കുമ്പോ അങ്ങനെ പോകാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന ജോലി ചെയ്യണം എന്ന് പറയുമ്പോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അതിലും ഉയർച്ചയിലേക്ക് നമ്മളെ അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിനും നല്ലത് വരുമ്പോ അതില്ലാത്തതായിരുന്നു എനിക്കത്. കാരണം ഞാനും പഠിച്ചു കഴിഞ്ഞ, ഞാൻ ബികോം പഠിച്ച ആളാണ്, ജോലിക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ വീട്ടു സമ്മതം ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു എന്തിനു കൊള്ളാൻ ഈ ജീവിതം, ജോലിക്കും പോകാൻ പറ്റില്ല, നമ്മളെ ആഗ്രഹം ഒന്നും നടക്കില്ല. അതാ അതിനേക്കാൾ വലുതായിട്ട് ഒരു അധ്യാത്മ ജീവിതം തന്നെ എനിക്ക് മുമ്പില് അമ്മ കാഴ്ച വെച്ച് തന്നു. അതിലൂടെ എന്താ കിട്ടിയത്? ജോലിക്ക് പോയാൽ ശമ്പളം കിട്ടും, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിനെ എന്നെന്നും നിലനിർത്തിക്കൊണ്ട് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു വഴിയാണ് നമുക്ക് ഈ അധ്യാത്മ ജീവിതം തന്നത്. അതാണ് നമുക്ക് ഭൗതിക ജീവിതവും അധ്യാത്മ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. എന്ത് നേടി എന്നതല്ല, അതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നു. എന്ത് നേടിയാലും ഉപയോഗപ്പെട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളാം? എത്ര വലിയ ഉയരത്തിലെത്തി, പക്ഷെ അത് ആർക്കും ഒരു പ്രയോജനം ഇല്ലെങ്കിലോ ആ ഉയരം കൊണ്ട് എന്ത് പ്രയോജനം? എന്തിനേ കിട്ടുള്ളൂ. അത് പക്ഷെ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആ ഒരു ജീവിതമല്ലേ ധന്യമായ ജീവിതം. തീർച്ചയായും. ഇപ്പൊ ദേവീ മഹാത്മ്യം ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ ഇത് പറഞ്ഞത് കേട്ട് എത്ര പേരാന്നറിയോ പഠിച്ചിട്ട് അവർക്ക് ഒരു പാരായണം ചെയ്യുകയും എന്റെ അടുത്ത് പഠിക്കുകയും അവര് ഈ അമ്പലത്തിൽ വന്ന് സമർപ്പിക്കുകയും ഈ വെട്ടിക്കാവിൽ വന്ന് അവർക്ക് സമർപ്പിക്കാനും അവർക്ക് ആ ഒരു സന്തോഷത്തെ കൊടുക്കാനും, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദക്ഷിണ എന്ന് തന്നെ പറയാം. അല്ലെ, നമുക്ക് എന്ത് കിട്ടിയാലും അത് എത്ര നമുക്ക് പറയാൻ പറ്റും തൃപ്തിയായി എന്ന്. പക്ഷെ അവരുടെ ഒരു സന്തോഷം നമ്മൾ മാത്രമല്ല, നമുക്ക് ഒരാൾക്കും കൂടി ആ ദുഃഖത്തിൽ നിന്ന് ഉയർത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതാണ് അധ്യാത്മ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ദേവീ മഹാത്മ്യം എല്ലാം ഏത് ഈ വേദവ്യാസ മഹർഷി എഴുതിയ പുരാണമായാലും അതിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ദേവീ മഹാത്മ്യമായാലും അതെല്ലാവർക്കും ഈ ഒരു രീതിയിൽ ആ ഭഗവതിയുടെ പാദങ്ങളിൽ എത്താൻ പാകത്തിന് ഒരു അനുഗ്രഹമായിട്ട് തിരുത്ത. ആ ജ്ഞാനം ചൊല്ലണതിലല്ല പ്രാധാന്യം, അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിലെ പ്രാധാന്യം കൊടുത്ത് എല്ലാവർക്കും അമ്മയുടെ പാദത്തിലെത്താൻ സാധിക്കട്ടെ. അതാണ് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാവുന്നത്.